ഒരു പുതിയ സിനിമ റിലീസ് ആവുകയുണ്ടായി. അത് കാണുന്നതിന് വേണ്ടിയതാ മുസ്ലിം പെൺകുട്ടികള് മുസ്ലിം വേഷവിധാനം അണിഞ്ഞുകൊണ്ട് പർദ്ദ ധരിച്ചുകൊണ്ട് തിയേറ്ററിന്റെ അകത്തളങ്ങളിലേക്ക് പോയിട്ട് അതാ ആ സിനിമ കാണുകയാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള സ്വതന്ത്രം ഇവിടെയുണ്ട്. അവിടെ അതാ ആ സിനിമയുടെ ഒരു ഭാഗത്തില് ഒരു മരണ വീട്ടിലതാ ഒരാൾ വന്ന് ദുആ ചെയ്യുകയാണ്. ആ ദുആക്ക് നമ്മുടെ പെൺമക്കള് തിയേറ്ററിന്റെ ഉള്ളറയിൽ ഇരുന്നു കൊണ്ട് ഉറക്കനെ ആമീൻ വിളിച്ചു പറയുകയാ. എന്നിട്ടതാ അത് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്. ലൈക്കിന് വേണ്ടി, കമന്റിന് വേണ്ടി, ഷെയറിന് വേണ്ടി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, റീച്ച് കിട്ടുന്നതിന് വേണ്ടി പ്രചരിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മുടെ പെൺമക്കൾ അതിൽ വന്നു പോകാൻ പാടില്ല. നമ്മുടെ പെൺമക്കളെ നമ്മളൊന്ന് വീട്ടിൽ പോയിട്ട് നമ്മൾ വളർത്തി വലുതാക്കി, ഓമനിച്ച് താലോലിച്ച് വളർത്തി വലുതാക്കിയ നമ്മളെ പൊന്നു മക്കളെ നമ്മളെ അടുത്തേക്കൊന്ന് വിളിച്ചിട്ട് പറയണം. നമ്മളെ ദീനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇസ്ലാം മതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, നമ്മളൊന്ന് ഉപദേശിക്കണം. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മൾ ഉപദേശിക്കുമ്പോൾ തന്തവൈവായി പോയേക്കാം. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ പറയുന്നത് അതാണ്. അതിലൊന്നും കാര്യമില്ല ഉപ്പമാരെ. ആ തിയേറ്ററിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് സിനിമ കാണുന്ന സമയത്ത് നമ്മുടെ പൊന്നുമക്കളെ നമ്മൾ താലോലിച്ച് വളർത്തി വലുതാക്കിയ നമ്മളെ പൊന്നുമക്കള് അവിടെ ഇരുന്നങ്ങ് മരണപ്പെട്ടു പോയാൽ അവരുടെ അവസ്ഥ എന്താകും? പ്രിയമുള്ളവരെ, നമ്മളൊന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ തോന്നിവാസങ്ങൾ തിയേറ്ററിന്റെ ഉള്ളറകളിൽ പോയി കാണിച്ചു കൂട്ടുമ്പോ പരിശുദ്ധമാക്കപ്പെട്ട സുന്ദരമായ ഈ ഇസ്ലാം മതം നമ്മുടെ കൈവെള്ളയിലേക്ക് കടന്നു വന്നത് എങ്ങനെയെന്നറിയുമോ? അള്ളാന്റെ റസൂലും സ്വഹാബാക്കളും ഒരുപാട് ത്യാഗങ്ങളും അക്രമങ്ങളും പീഡനങ്ങളും ത്യാഗങ്ങളും സഹിച്ചിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ദീൻ നമ്മുടെ കൈവെള്ളയിലേക്ക് കടന്നു വന്നത്.